സംഭ്രമജനകമായ ഒരു വാർത്തയാണ് രാവിലെ കാണാനിടയായത്. അഹമ്മദാബാദ് വിമാന ദുരന്തം നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ്. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതാണ്. അത്ര വലിയൊരു ആഘാതമാണ് ഈ എയർലൈൻ മേഖലകളിലും അതുപോലെ തന്നെ ജനങ്ങളിലും ഈ ഈ അപകടം ഉണ്ടാക്കി തീർത്തത്. ഒരുപാട് പേര് മരിച്ചു. വിമാനത്തിൽ പോയവർ മാത്രമല്ല, വെളിയിലുണ്ടായിരുന്ന ആളുകളും പോലും കൊല്ലപ്പെട്ടു. ആ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. അത് മെഡിക്കൽ സ്റ്റുഡൻസിനെ ആണ് കുറേ കൂടുതൽ ബാധിച്ചിരുന്നത്. കാരണം ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക്, മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് ഇത് ഇടിച്ചിറങ്ങി തീ പിടിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടിയിരുന്നു, അത് പരിശോധിച്ചു. അതിൻ്റെ റിപ്പോർട്ടൊന്നും വെളിയിൽ മുഴുവനായിട്ട് വിട്ടിട്ടില്ലെങ്കിൽ പോലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. AAIB നടത്തിയ അന്വേഷണത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടാണ് വെളിയിലേക്ക് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് അതാ ഞാൻ പറഞ്ഞത്, അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ റിപ്പോർട്ടിലുള്ളത്. വിമാനത്തിൻ്റെ എഞ്ചിനുകൾക്ക് തകരാറൊന്നുമില്ലായിരുന്നു. പക്ഷിയൊന്നും ഇടിച്ചതല്ല. ആ എഞ്ചിനിലേക്ക് ഫ്യൂവൽ, അതായത് ഏവിയേഷൻ ഫ്യൂവൽ, 2 എഞ്ചിനാണ് അതിനുള്ളത്. ഏവിയേഷൻ ഫ്യൂവൽ കൊടുക്കുന്ന അതിലേക്ക് 2 സ്വിച്ചുകളുണ്ട്. അത് സാധാരണ ഈ വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിമാനം നിർത്തിയിടുമ്പോൾ ലാൻഡ് ചെയ്ത് അത് ഓടിച്ച് അവിടെ കൊണ്ടുവന്ന് ബേയിൽ നിർത്തിക്കഴിഞ്ഞാൽ ആളുകൾ ഇറങ്ങുന്നതിന് മുമ്പായി തന്നെ ഈ സ്വിച്ചുകൾ ഓഫ് ചെയ്യും. അപ്പോൾ എൻജിൻ പ്രവർത്തനരഹിതമാവും. അതിൻ്റെ ഫാനുകൾ ഒന്നും പിന്നെ വർക്ക് ചെയ്യുന്നില്ല. ആ രീതിയിലാവും. അപ്പോൾ ആ ശബ്ദം തന്നെ നമുക്ക് കേൾക്കാം. വിമാനം നമ്മൾ നിർത്തിക്കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ, അപ്പോഴാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് സീറ്റിൽ നിന്ന്. കാരണം എന്നിട്ടേ നമ്മൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് അങ്ങ് മനസ്സിലായി, ഒരു നിശബ്ദത നമുക്ക് ഫീൽ ചെയ്യും. ഈ സമയമാണ് അതായത് ഈ സ്വിച്ചുകൾ ഓഫ് ചെയ്യുന്നത്. അതായത് എൻജിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഫ്യൂവൽ കൊടുക്കുന്ന ഏവിയേഷൻ ഫ്യൂവൽ പോകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്യുന്നിരുന്നു. അപ്പം ഈ സ്വിച്ചുകൾ ആദ്യമേ ഓഫായിരുന്നാൽ ഈ ഫ്ലൈറ്റ് എടുക്കണമ്പം, അതായത് പിന്നെ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ഫ്ലൈറ്റ് ഈ തള്ളി മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ എൻജിൻ ഓണാക്കും. കാരണം അതിൻ്റെ ഫാനുകളെല്ലാം വർദ്ധിപ്പിക്കും. എന്നിട്ടാണ് ഇത് പിന്നോട്ട് തള്ളി, അതായത് ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു വാഹനമാണ്, അതിലൊരു പിസ്റ്റണും ഉണ്ട്. അതുപയോഗിച്ച് ഇതിൻ്റെ നോസിന് താഴെയായിട്ട് ആ വീലിൻ്റെ അവിടെ ഇത് കൊടുത്തിട്ട് വിമാനം ബാക്കിലേക്ക് തള്ളി മാറ്റും. അപ്പോൾ തള്ളി മാറ്റി കൊണ്ടുവന്നിട്ട് ആ റൺവേയിൽ എത്തുന്നതിന് മുമ്പ് റൺവേയിലേക്ക് തിരിയാൻ വേണ്ടിയാണ് ഈ തള്ളി മാറ്റുന്നത്. കാരണം ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല, വിമാനത്തിന് റിവേഴ്സ് പോകത്തില്ല. അപ്പോൾ ഫോർവേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തള്ളിക്കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിർത്തിയിട്ടാണ് പിന്നെ ഇത് തിരിച്ച് റൺവേയിലേക്ക് ഈ വിമാനം പോകുന്നത്. അപ്പോൾ ഈ തള്ളി മാറ്റുന്നതിന് മുമ്പ് തന്നെ എഞ്ചിനൊക്കെ ഓണായിരിക്കും. ഈ എൻജിൻ ഓണായി എൻജിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫ്യൂവൽ വേണം. ആ ഏവിയേഷൻ ഫ്യൂവലിൻ്റെ സ്വിച്ച് ഓണാക്കാതെ ഒരു കാരണവശാലും ഇത് ഓണാവത്തില്ല. അപ്പോൾ എൻജിൻ ഓണാവത്തില്ല. അങ്ങനെ ഉള്ളപ്പോൾ ഇത് തള്ളി മാറ്റുമ്പോൾ തന്നെ ഇതിൻ്റെ എൻജിൻ ഓണാകും, ഈ ഏവിയേഷൻ ഫ്യൂവൽ അതിൻ്റെ സ്വിച്ച് ഓണായിരിക്കും എന്നുള്ളത് ഒരു കോമൺ സെൻസ് മാത്രമാണ്. അല്ലെങ്കിൽ വിമാനം ഉയരാൻ പറ്റത്തില്ല. അപ്പം വിമാനം പറന്ന് ഉയരുമ്പോൾ ഈ സ്വിച്ച് ഓണായി കിടന്നില്ലെങ്കിൽ ആ എൻജിനിലേക്കുള്ള ഏവിയേഷൻ ഫ്യൂവലിൻ്റെ സപ്ലൈ നിലച്ചു കഴിഞ്ഞാൽ എൻജിൻ വർക്ക് ചെയ്തില്ല. ഇത് 625 അടി ഉയരത്തിൽ ചെല്ലുന്നവരെ ഈ ഏവിയേഷൻ ഫ്യൂവൽ അതിലേക്ക് പോയിരുന്നു, എൻജിൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ പെട്ടെന്ന് പിന്നെ കോക്ക്പിറ്റിലെ ഈ ബ്ലാക്ക് ബോക്സിൻ്റെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ CVR എന്ന് പറയുന്നതിൻ്റെ പരിശോധനയിൽ നിന്ന് തന്നെ ഇവിടെ കോക്ക്പിറ്റിൽ നടക്കുന്ന സംഭാഷണം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തെളിഞ്ഞത് എന്താണെന്നറിയോ? അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയത് മെയിൻ പൈലറ്റ് അല്ല ആ സമയത്ത് വിമാനം പറത്തിയത്, കോ പൈലറ്റാണ് വിമാനം പറത്തിയത്. അതെന്താ കാരണമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അയാൾക്ക് റെസ്റ്റ് എടുത്തിട്ട് മറ്റേ ആൾക്ക് പറത്താം. കോ പൈലറ്റ് എന്ന് പറയുന്ന ആൾ മോശക്കാരനൊന്നും അല്ല. ഏതാണ്ട് ഒരുപാട് ഏവിയേഷൻ അവേഴ്സ് അയാൾ ഫ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ മോശക്കാരനൊന്നും അല്ല, അയാൾക്ക് പറത്താം. അങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ കോ പൈലറ്റ് വിമാനം പറത്തുന്നു. അപ്പോൾ പൈലറ്റ് ചോദിക്കുന്നു, ഇതെന്താ ഈ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കൂ. അതായത് ഏവിയേഷൻ ഫ്യൂവലിൻ്റെ സ്വിച്ച് ഓഫ് ആയേക്കുന്നത് കണ്ടു. അത് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ അതിൽ ചെന്നില്ലെങ്കിൽ ത്രസ്റ്റ് കിട്ടത്തില്ല, എൻജിൻ വർക്ക് ചെയ്തില്ല.
എഞ്ചിൻ ഓണാണെങ്കിൽ പോലും എഞ്ചിൻ അങ്ങോട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ ത്രസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഫ്യൂവൽ കിട്ടണം, കൂടുതൽ ഫ്യൂവൽ വേണം ആ സമയത്ത്. അതാ വേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്താ ഇതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തേക്കുന്നത്? ഞാനല്ല എന്ന് കോ പൈലറ്റ് പറയുന്നതേ ഉള്ളൂ. പിന്നെ മേതേ കോളാണ് കൊടുക്കുന്നത്, കാരണം ത്രസ്റ്റ് കിട്ടുന്നില്ല, താഴേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ പൈലറ്റുമാരെ ഇപ്പം നമുക്ക് ഇതിനകത്ത് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം നമുക്കിതിൻ്റെ കാരണങ്ങൾ മുഴുവനായിട്ട് അറിയില്ല. അപ്പോൾ പക്ഷേ ഇത് മനസ്സിലാക്കിയത് ഇപ്പോൾ അമേരിക്കൻ ഏജൻസിയൊക്കെ ഉള്ള അവരുടെയൊക്കെ അന്വേഷണത്തിലും ഒക്കെ വെളിവായേക്കുന്നതെന്ന് പറഞ്ഞത് എഞ്ചിൻ്റെ കുഴപ്പം കൊണ്ടല്ല, വിമാനത്തിൽ ഇത് ഈ ഫ്യൂവലിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അത് രണ്ട് വിധത്തിലുണ്ടാകാം. ഒന്ന്, പൈലറ്റുമാരെ അറിഞ്ഞുകൊണ്ട് ഓഫാക്കണം. ഇത് പറഞ്ഞുകൊണ്ടേ സ്വിച്ച് ഓണാക്കി. പക്ഷേ സ്വിച്ച് ഓണാക്കി അത് സെക്കൻഡ്സിനകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. സ്വിച്ച് ഓണാക്കിയെങ്കിൽ പോലും ഈ ഫ്യൂവൽ അപ്പോഴത്തേക്ക് എഞ്ചിനിലേക്ക് പോയില്ല. ആ എഞ്ചിനിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ എഞ്ചിൻ പ്രവർത്തനം രഹിതമായിട്ട് വിമാനം താഴെ പോവുകയാണ് സംഭവിക്കുന്നത്. ഈ വിമാനത്തിൽ നിറച്ച് ഇന്ധനം ഉണ്ടായിരുന്നു, ആവശ്യത്തിനുള്ള ഇന്ധനമുണ്ട്. കാരണം ഇതൊരൊറ്റ പറക്കേണ്ടതാണ്. ഇത് ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ട വിമാനമല്ലേ, UK പോകേണ്ട വിമാനം, ഒരൊറ്റ പറക്കലിന് പോകണം. അപ്പോൾ അതോടുകൂടി അതിനു വേണ്ടി ഉള്ള ഫ്യൂവൽ മുഴുവൻ അതിനകത്ത് സംഭരിച്ചിരിക്കും. അപ്പോൾ അത്രത്തോളം ഫ്യൂവലുണ്ട് ഈ വിമാനത്തിൽ. ഇത് ഒരു വിമാനം നമ്മൾ പറന്ന് ഉയരുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത് പെട്ടെന്ന് ഇറക്കണ്ടായിട്ട് വന്നാൽ പോലും വളരെ ഡേഞ്ചറസ് ആണ്. കാരണം തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതുകൊണ്ട് എന്താണെന്നറിയോ, സാധാരണ നമ്മൾ ഈ ഡൊമസ്റ്റിക് സെക്ടറിലൊക്കെ ഉള്ള വിമാനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആവശ്യത്തിൽ പറക്കേണ്ട അതിന് ആവശ്യമുള്ള അതിൽ കൂടുതൽ അതിന് ഏതാണ്ട് ഒരു മണിക്കൂറൂടെങ്കിലും ഒക്കെ ഉള്ള അതിന് താഴെയുള്ള സമയത്തേക്കുള്ള ഫ്യൂവൽ മാത്രമേ ഇതിനകത്ത് നിറയ്ക്കുള്ളൂ. കാരണം ഇത് എപ്പോൾ ഒന്ന് തിരിച്ചിറക്കണമെന്നുണ്ടെങ്കിലും അപകടം വരരുത്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ ഫ്യൂവൽ ഒഴുക്കിക്കളയണം, അതിൽ നിന്ന് തുറന്ന് കളയണം. അതിനുള്ള മെക്കാനിസം ഫ്ലൈറ്റിലുണ്ട്, എല്ലാ വിമാനങ്ങളിലും ഉണ്ട്. ഈ ഫ്യൂവൽ ചോർത്തി കളഞ്ഞിട്ട് മാത്രമേ ഇത് തിരിച്ചിറക്കാൻ ഒക്കുള്ളൂ. പക്ഷേ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ചിലപ്പോൾ ഫ്യൂവലൊന്നും ചോർത്താനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അങ്ങനെയാണ് ഈ വിമാനം പെട്ടെന്ന്, അതായത് ഇപ്പോൾ നോസ് ലാൻഡിങ്, ബെല്ലി ലാൻഡിങ് എന്നൊക്കെ പറഞ്ഞ ലാൻഡിങ് ഉണ്ട്, കാരണം അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട. അങ്ങനെ ഉള്ളപ്പോൾ ഈ വിമാനത്തിന് പലപ്പോഴും തീ പിടിക്കുന്ന നമുക്ക് കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയും, ഇതിൽ ഫ്യൂവലുണ്ട്. ആ ഘർഷണം, അതായത് ബെല്ലി ലാൻഡിങ്ങിലൊക്കെ എപ്പോഴും ഉണ്ടാവും. അതായത് ഉറച്ച പ്രതലത്തിലാണെന്നുണ്ടെങ്കിൽ തീപ്പൊരി ഉണ്ടാവും, പെട്ടെന്ന് കയറി തീ പിടിക്കും. അതാണ് അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ വിമാനത്തിന് എമർജൻസി ഡോറുകൾ തുറന്നിട്ട് ആളുകളെ അതിനകത്തൂടെ ഒഴുക്കി വിടുന്ന. പലരുടെയും കാലൊക്കെ പിടിക്കും കേട്ടോ. ഈ എമർജൻസി ഡോർ എന്ന് പറയുമ്പോൾ തുറക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വലിയ ഉയരമാണ്, ഏതാണ്ട് ഒരു നിലയെക്കാഴിയും ഉയരമുണ്ട്, അതിൽ നിന്ന് വേണം താഴോട്ട് ചാടാൻ. അപ്പോൾ പ്രശ്നം വരും. അതായത് ഇതിൽ കൂടെ ഇറങ്ങി വന്നാൽ പോലും നേരെ വന്ന് വരത്തില്ല, ആ രീതിയിൽ വരും. അപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്താണെന്നറിയോ, ഇവിടെ സംഭവിച്ചത് ഒന്നുകിൽ പൈലറ്റുമാരുടെ പിഴവ്, അത് നമുക്ക് പറയാനൊക്കുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അട്ടിമറി എന്ന് പറഞ്ഞാൽ, പക്ഷേ ഈ കോക്പിറ്റിലേക്ക് വേറെ ആരെങ്കിലും കടന്നതായിട്ടുള്ളതിൻ്റെ ഒരു തെളിവില്ല. അത് നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലല്ല ഉള്ളൂ. ഒരാൾ മാത്രമല്ല ജീവിച്ചിരിക്കുന്നുള്ളൂ, ഒറ്റയാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അതും അയാൾ ബിസിനസ് ക്ലാസ്സിലല്ല, അതിൻ്റെ പുറയിലാണ്. ബിസിനസ് ക്ലാസ്സിലുള്ളവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. കാരണം ഫ്രണ്ടിലെ സീറ്റിലിരിക്കുന്നവർക്ക് മാത്രം കാണാം ഇതാരെങ്കിലും കോക്പിറ്റിൽ കയറിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം. എയർ ഹോസ്റ്റസുമാരാരെങ്കിലും കോക്പിറ്റിലേക്ക് കയറിയോ, അല്ലെങ്കിൽ സ്റ്റുവേർഡ്സ് ആരെങ്കിലും, വേറെ ആരെങ്കിലും, അതുപോലെ വിമാന ജോലിക്കാരാരെങ്കിലും കോക്പിറ്റിലേക്ക് കയറിയോ, യാത്രക്കാർക്ക് കോക്പിറ്റിൽ കയറാൻ ബുദ്ധിമുട്ടാണ്, കയറാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഡോർ അടഞ്ഞു കിടക്കും. ഈ ഡോർ അടഞ്ഞു കിടക്കുന്ന ഇവർക്ക് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ, നമുക്ക് തുറക്കാൻ ഒക്കത്തില്ല, ഒരു യാത്രക്കാരന് തുറക്കാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ തുറന്നെങ്ങാനും ഡോർ കിടന്നോ, അപ്പോൾ അതിലൂടെ ആരെങ്കിലും പ്രവേശിച്ചോ എന്നൊക്കെ അറിയണമെങ്കിൽ, അതായത് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനടി സംഭവിച്ചേക്കുന്ന ഈ സ്വിച്ച് ആരെങ്കിലും ഓഫ് ചെയ്യണം. പക്ഷേ ഇതാരാ ഓഫ് ചെയ്തതെന്ന് ഈ പൈലറ്റ് ചോദിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് അവർ കാണത്തക്കവണ്ണമുള്ള ഒരു അട്ടിമറി നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ പറ്റി എന്നുള്ളത് വളരെ വലിയ ദുരൂഹതയായിട്ട് തുടരുകയാണ്. ഈ ദുരൂഹത അവസാനിക്കണമെങ്കിൽ അതിൻ്റെ മുഴുവൻ അന്വേഷണവും വേണം. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിൽ എത്താൻ നോക്കൂ. എന്തായാലും
വിലയേറിയ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. ഈ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത്, ആ ഓഫായി കിടക്കുക എന്ന് പറയുന്നത് എങ്ങനെയെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ബിയോണ്ട് മൈ കോംപ്രിഹെൻഷൻ. എനിക്കിത് ആലോചിക്കുക എന്നതിനുമൊക്കെ അപ്പുറമാണ് ഇത് സംഭവിച്ചേക്കുന്നത്. എന്താണ് ഇതിൻ്റെ റീസൺ, എങ്ങനെ പറ്റി എന്നുള്ളത് ശരിയായ ഒരു അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടുള്ളൂ.